സജു ദേവസ്യ, ചെല്ലാനത്തും കടലാക്രമണം രൂക്ഷമാണോ? പൊഴിയൂരിൽ നമ്മൾ കണ്ട കാഴ്ചകൾക്ക് സമാനമാണോ ചെല്ലാനത്തെയും കാഴ്ചകൾ? ഡോക്ടർ അരുൺ, ഞാനിപ്പോൾ നിൽക്കുന്നത് സൗദി ചന്തക്കടപ്പുറം എന്ന് പറയുന്ന സ്ഥലമാണ്. എറണാകുളത്തിന്റെ തീരദേശ മേഖലയാണ്. അതായത് കണ്ണമാലി, സൗദി, ചെല്ലാനം, നായരമ്പൽ അങ്ങനെ ഉൾപ്പെടുന്ന തീരദേശ മേഖലയാണ്. അതിൽ ഞാൻ നിൽക്കുന്ന പ്രദേശത്ത് ആളുകളുടെ ഒരു പ്രതിഷേധം യഥാർത്ഥത്തിൽ നടക്കുകയാണ്. അതായത് ഈ മേഖലയിലും വലിയ തോതിൽ അതിജീവന പ്രതിസന്ധി നേരിടും. ഞാൻ നിൽക്കുന്ന യഥാർത്ഥത്തിൽ ഈ ആളുകളൊക്കെ ഇറങ്ങി നിൽക്കുന്ന യഥാർത്ഥത്തിൽ കടലിലല്ല, ഇതൊരു ഇവിടുത്തെ ഒരു ഗ്രൗണ്ടാണ്. പക്ഷെ അവിടെ എല്ലാം അടിച്ചു കയറി ഇനി ദിവസങ്ങൾ ഓരോ ദിവസവും ചെല്ലുന്തോറും ഇവിടെ അതിജീവനം സാധ്യമല്ലാതെ വരും എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അങ്ങനെ ഒരു പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. എന്താ ഇവിടുത്തെ സ്ഥിതി ഇപ്പൊ നിങ്ങൾ ലൈവായിട്ട് കാണാമല്ല. ഞങ്ങളുടെ അവസ്ഥ ഇതിപ്പോ തുടക്കം മാത്രമാണ് ഈ കടലേറ്റം തുടങ്ങിയിട്ട്. പക്ഷെ കുറച്ച് സമയം കഴിയുന്നവരും ഇതെല്ലാം ഞങ്ങളുടെ വീടുകളിലേക്കാണ് കയറുന്നത്. വീടുകളിൽ പ്രായമായ ആളുകൾ, രോഗികളായ മനുഷ്യർ, അവർക്കൊന്നും ജീവിക്കാൻ ഒട്ടും പറ്റാത്ത അവസ്ഥയാണ്. ഭക്ഷണം വെക്കാൻ പറ്റൂല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങൾക്ക് റോട്ടിലേക്കൊന്ന് രക്ഷാമാർഗം നേടി പോകണം. റോട്ടിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും, കാല് വയ്ക്കാൻ പറ്റില്ല, അത്ര ഉയരത്തിലായിരിക്കും കടൽ വരുന്നത്. പ്രായമായ ആളുകൾ ഉൾപ്പെടെയുണ്ട്. അമ്മ കുറെ കാലമായി, നേരത്തെ അമ്മ വന്നപ്പോൾ മുതൽ പറയുന്നുണ്ട് കുറെ കാലമായി കാലമായതാണ്, ഒരുപാട് കാലമായതാണ്. അപ്പൊ ഇതിന് ആരും വന്ന് തിരക്കലോ അന്വേഷിക്കലോ ഇല്ലാത്തതിന്റെ പുറത്താണ് ഇത് എല്ലാ കൊല്ലവും ഇങ്ങനെയൊക്കെ തന്നെ ഇവിടെ ഈ പരിപാടി നടക്കുന്നത്. ഈ വെള്ളം കയറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുറ്റത്തും പെരടകത്തും എങ്ങും നിൽക്കാൻ പറ്റണില്ല. എന്നുവെച്ചാൽ രോഗിയായ പിന്നെ ഞങ്ങളുമായിട്ട് വണ്ടിക്കെല്ലാം കയറ്റിയാണ് വേറെ വീട്ടിലൊക്കെ കൊണ്ടുപോയി കിടത്തിയൊക്കെ ചെയ്യണം. ഓരോ ഭാഗവും ഇങ്ങനെ ഒക്കെ പോണ്. പിന്നെ മതിലെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുകയാണ്. ഞങ്ങളുടെ ചെറിയ കോലായിയൊക്കെ ഉള്ളതൊക്കെ എല്ലാം വെട്ടിപ്പൊളിഞ്ഞ് പോയിട്ട് ഞങ്ങൾ പിന്നെ സിമെന്റ് അതൊക്കെ വെച്ചൊക്കെ അടച്ചും പൂട്ടിയൊക്കെ വെച്ച് ഞങ്ങൾക്ക് കയറി നടക്കണ്ടേ. അപ്പൊ ആരും വന്നൊന്നും തിരക്കണില്ല. ഇതിന് വന്ന ആരും തിരക്കില്ലെങ്കിൽ ഞങ്ങളെല്ലാം നശിഞ്ഞു പോകും. അവർ പറയുന്നത് അവരെ കൂടി കേൾക്കണം, അവരുടെ പ്രശ്നങ്ങൾ. അതായത് ആരും അന്വേഷിക്കാൻ വരുന്നില്ല എന്നാണോ? അങ്ങനെയാണോ ചേച്ചി? അന്വേഷിക്കാൻ വന്നില്ല ആരും. എന്താണ് ചേട്ടാ ഇവിടുത്തെ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ എന്താണ് കാര്യം? ഇവിടെ ഈ സീവാൾ യഥാർത്ഥത്തിൽ ചെറിയ വാള് കാണുന്നുണ്ടല്ലോ, കുറച്ച് അപ്പുറഭാഗത്ത് പൊട്ടിക്കിടപ്പണം കൂടി ചേർന്നിരിക്കുന്ന വീട്ടിൽ വെള്ളം കയറുന്നു. സീവാളെന്ന് പറയുമ്പോൾ സീവാളെന്ന് അതിന്റെ മെയിൻ ഉദ്ദേശം ചെല്ലാനത്തുനിന്നുള്ള വിവരങ്ങളാണ് സജു ദേവസ്യ പങ്കുവയ്ക്കുന്നത്.